നിസ്കരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരോടും പറയട്ടെ, ഒരാളിങ്ങനെ നിന്ന് നിസ്കരിക്കാം, അയാളെ പിന്നാലെ ഒരാൾ വലത്തെ ഭാഗത്തുണ്ട് മാമൂമായി നിസ്കരിക്കും. ഈ മാമൂമായി നിസ്കരിക്കുന്ന ഈ വലത്തെ ഭാഗത്തുള്ള ആളെ പിടിച്ച് വേക്കോട്ട് വലിച്ചിടരുത്. ഞാൻ എന്റെ കൂടെ പോയിരുന്ന ഡ്രൈവർമാരെ കൊണ്ടൊക്കെ ബാക്കിയുള്ളവർക്ക് മസല പഠിപ്പിക്കാൻ, അങ്ങനെ അല്ലാതെ പഠിപ്പിക്കാൻ കഴിയൂല. എത്ര വലിച്ചാലും പോകരുത്. നിസ്കാരം കഴിഞ്ഞിട്ട് അവർ ചോദിക്കും, നിങ്ങളെന്താ വലിച്ചിട്ട് വരാഞ്ഞെന്ന്. ഞങ്ങൾ വലിക്കുമ്പോ ഒരാളാളാ ഞാൻ. അയാളെ പിടിച്ച് വേക്കോട്ട് വലിക്കല്ല വേണ്ടത്, ഇടത്തെ ഭാഗത്ത് വന്ന് നിന്ന് അയാൾ നിൽക്കുമ്പോലെ നിന്ന് തക്ബീർ കെട്ടും. ഒന്നുകിൽ അവിടെ തന്നെ നിൽക്കണം, അല്ല ബാക്കിൽ നിൽക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ബാക്കോട്ട് രണ്ടുപേരും നീങ്ങണം. അങ്ങനെ വേണ്ട. ഇത് തുടക്കം തന്നെ സൊഫിൽ വന്നിട്ട് ഇയാളൊരു ഒറ്റ വലിയ ഒരു വലിക്കരുതിൽ പിന്നെ കാണാം അടുത്ത വലി. പിന്നെ അങ്ങനെ വലിക്കാൻ പറ്റൂല. സൊഫിൽ ഒറ്റക്കാണെങ്കിൽ പോലും നോക്ക് നിങ്ങൾ, സൊഫിൽ ഒറ്റക്കാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ പോലും തക്ബീർ കെട്ടിയ ശേഷമാണ് ഒരൽപ്പം കാല് മുന്നോട്ട് വെച്ച് ഒരാളെ പതുക്കങ്ങനെ വലിക്കേണ്ടത്. തക്ബീർ കെട്ടുന്നതിന്റെ മുമ്പ് വലിയില്ല. തക്ബീർ കെട്ടിയിട്ടല്ലേ അയാൾ നിസ്കാരത്തിൽ ചേരുന്നത്. മുമ്പ് തന്നെ വലിച്ച് ബേക്കോട്ടാക്കാൻ പാടില്ല. വലിച്ചതിന് ബേക്കോട്ടിരുന്ന ആൾക്കാരെ വലിച്ചു ബേക്കോട്ടിടാൻ പാടില്ല. അപ്പോ എല്ലാരോടും എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ, വലത്തെ ഭാഗത്ത് ഒന്ന് നിൽക്കുന്ന ആള് എത്ര വലിച്ചാലും ബേക്കോട്ടേക്ക് പോകരുത്. കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത കുലുകുലാറെ അവിടെ നിൽക്കണവരെ നിർത്തം. മസാല പഠിപ്പിക്കണം. മറ്റേ അതന്നെ മാർഗം. വലിക്കുമ്പോഴേക്ക് ബേക്കോട്ട് എന്തിനാ അവിടെ നിൽക്കണം, ഒരേ നൃത്തം നിൽക്കണം. അപ്പൊ നിസ്കാരം കഴിയുമ്പോ മറ്റാളിങ്ങനെ സൊഫിലുണ്ടാകും, കൊന്ത്രം പല്ലുപോലെ ഒന്ന് ഇവിടെ ഒന്ന് അവിടെ ഉണ്ടാവും. എന്നിട്ട് മറ്റേക്ക് പഠിപ്പിക്കണം. പിന്നെ നല്ലോണം പഠിക്കണം. കുറെ തിന്നിട്ട് വലുതായാ പോരാ, പഠിക്കണം. നിസ്കാരത്തിന്റെ മസലെങ്കിലും പഠിക്കണം. ഇടത്തെ ഭാഗത്ത് ഞാൻ നിൽക്കും പോലെ വന്ന് കൈ കെട്ടിയിട്ട് ഇമാമിനോട് തുറന്ന് കൈ കെട്ടിയിട്ട് ഒന്നുകിൽ അവിടെ തന്നെ തുറന്ന് നിസ്കരിക്കുക, അല്ലെങ്കിൽ രണ്ടാളും കൂടി ഒരു സൊഫായിട്ട് ബാക്കിൽ നിൽക്കണമെങ്കിൽ രണ്ടാളും ബാക്കോട്ട് നീങ്ങുക. അങ്ങനെ വേണ്ടത്. അല്ലാതെ നീ വന്ന് ബാക്കിൽ നിന്ന് വലിക്കുമ്പോഴേക്ക് വരാനൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ് വരാതിരുന്നതെന്ന് പറയും. അങ്ങനെ ആരും ബേക്കോട്ട് പോയി കൊടുക്കരുത്. ബേക്കോട്ട് പോയി കൊടുത്തിട്ടാണ് ജഹാലത്തായി മാറുന്നത്. പിന്നെ അങ്ങനെ മാർഗമായി വരുന്നത്. ഒരൊറ്റ കുട്ടി ബേക്കോട്ട് ഇറങ്ങി കൊടുക്കരുത്, അവിടെ തന്നെ നിൽക്കാം. ഞാൻ ബേക്കോട്ട് വലിച്ചിട്ട് പോകണം. പഠിക്കണം ശരിക്കും വിഷയം. ബേക്കോട്ട് ഇറങ്ങി കൊടുക്കാൻ പാടില്ല.